കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അടിപൊളി കുറേ അധികം ടിപ്സുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മൾ ഈ ടിപ്പ് കണ്ട് നിങ്ങൾ എന്തായാലും അതിശയിച്ച് പോവും. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാൻ മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടാണ് കേട്ടോ. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മുട്ടത്തോട് ഇപ്പോൾ ടിപ്പിനായിട്ട് എടുക്കുമ്പോൾ നന്നായി കഴുകിയിട്ട് ഉണക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ അതാ മുട്ടത്തോട് വെച്ചിട്ടുള്ള ടിപ്പുകൾ നമുക്ക് കാണാം. ആദ്യം തന്നെ ഇത് ഭയങ്കരമായിട്ട് തുരുമ്പൊക്കെ വന്ന് മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു കത്രികയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ മുട്ടത്തോട് കൊണ്ട് ഈ മുട്ടത്തോടുകളൊന്ന് നമുക്കൊന്നിങ്ങനെ ഈ കറി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ മൂർച്ച നന്നായി കൂടും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ഭാഗമൊക്കെയാണ് ഈ കത്രികയുടെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ വരില്ലേ, പേപ്പറൊക്കെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഇത് മൂർച്ച കുറയും കാരണം ഇത് സെല്ലായിട്ടോ ഇപ്പൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ മുട്ടത്തോടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല മൂർച്ച വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പേപ്പർ കട്ട് ചെയ്ത് നോക്കി നോക്കട്ടോ. പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മൂർച്ച കണ്ട. അപ്പം ഇങ്ങനെ മൂർച്ച കൂടാൻ വേണ്ടിയിട്ട് മൂർച്ചയില്ലാത്ത കത്രികയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ മുട്ടത്തോട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂർച്ച കൂടും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നെയിൽ കട്ടർ ഇല്ലേ, നെയിൽ കട്ടർ കുറേ കഴിയുമ്പോൾ നമ്മുടെ മൂർച്ചയൊക്കെ പോവും. അപ്പം നമ്മൾ നെയിൽ കട്ടർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നെയിൽ കട്ടർ ജസ്റ്റ് ഇതുപോലെ നഖം വെട്ടണ പോലെ നമ്മളിതുപോലെ മുട്ടത്തോട് ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തെ ബ്ലേഡിന് നല്ല മൂർച്ച കൂടും. പതുക്കെ നൈസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ കണ്ട നല്ല മൂർച്ച വരും കേട്ടോ ഈ നെയിൽ കട്ടറൊക്കെ. അതായത് നമ്മുടെ മിക്സിയുടെ ജാർ കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ നിറം ഒരു മങ്ങത വന്നിട്ടുണ്ട്, ഉള്ളിലൊക്കെ അഴുക്കുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുട്ടയുടെ നമ്മൾ ഈ തോടുകൾ മുട്ടയുടെ തോടുകൾ ഒന്ന് നമ്മൾ മിക്സിയിൽ ജാറിൽ ഒന്ന് അരച്ചെടുത്താൽ അതിൻ്റെ ബ്ലേഡിന് മൂർച്ച കൂട്ടും ചെയ്യും. നമ്മുടെ ഈ മിക്സിയുടെ അരുത്തൊക്കെ ഉള്ള ചെറിയ കറകളും അഴുക്കുകളും ഒക്കെ ഇല്ലേ, അതൊക്കെ പോയി ക്ലീൻ ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നന്നായിട്ട് ഫൈനായിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ മിക്സിയുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സിയുടെ ജാറൊന്ന് സാധാരണ നോർമൽ വാട്ടറിലൊന്ന് കഴുകി വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കണ്ടറിയും. ആദ്യം കണ്ട മിക്സിയുടെ ജാറും ഇപ്പോൾ കണ്ടാലും അറിയാം. കണ്ട നല്ലോണം വെട്ടി തിളങ്ങണ പോലെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു തിളക്കം കിട്ടാനും നമ്മുടെ ഈ മുട്ടയുടെ തോട് ഉപയോഗിക്കും കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ട് നമുക്കതേ കുറച്ച് മുട്ടയുടെ തോട് പൊടിച്ചത് നമുക്ക് കുറച്ച് എടുത്തു കൊടുക്കാം. പിന്നെ അതാ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തു കൊടുക്കാം. പിന്നെ അതേ ഇതൊരു പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ. അതിന് പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കാം. അപ്പോൾ അതേ നിങ്ങൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആവണ പാകത്തിന് വിനാഗിരി നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആവാത്ത കാരണം ഞാൻ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ വാഷ് ബേസിനും നമ്മൾ ഈ ബാത്റൂമിലെ ക്ലോസറ്റും അതൊക്കെ നന്നായി അതിൽ കറകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഈ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കഴുകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മുടെ വാഷ് ബേസിനിൽ ഒരു കുറച്ച് ആൾ കഴിയുമ്പോൾ ഒരു അടച്ചിലൊക്കെ വരുമല്ലോ, അടച്ചിൽ വരുമ്പോഴും പിന്നെ ചെറിയ ദുർഗന്ധങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ മിക്സ് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൊത്തം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അടഞ്ഞിട്ടുള്ള ഇത് ഡ്രെയിനേജൊക്കെ നമ്മൾ ക്ലീനായി പോകും കേട്ടോ. അതിനായിട്ട് പുറത്തുനിന്ന് നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കേണ്ട. ഈ ഒരു മിക്സ് മതി. നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴുക്ക് കെട്ടിക്കിടന്നിട്ട് ചെറിയ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മിക്സ് ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് നമ്മൾ പുറത്തുനിന്ന് നമ്മളൊന്നും മേടിക്കേണ്ട. നമ്മുടെ ഈ വീട്ടിലുള്ള ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ അതാ ഈ സംഭവം നമ്മളിത് കുറച്ചും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മൾ കുറച്ച് പേസ്റ്റ്
നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് പേസ്റ്റ് ഇതേ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ ചെയ്ത പോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു കുഴമ്പ് പോലെ ആക്കുക കേട്ടോ. അപ്പോൾ ദേ ഞാൻ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതിനൊരു അളവൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് എത്ര മുട്ടത്തോട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു കുഴമ്പ് പോലെ നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ. ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് നമുക്ക് ഇതേ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളത്തിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഗ്ലാസ്സുകളൊക്കെ ഇല്ലേ, ചില്ലി ഗ്ലാസ്സുകളിലൊക്കെ കുറേ കഴിയുമ്പോൾ ഒരു കറയൊക്കെ വരും. ഇപ്പോൾ പാൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ കറ പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പാത്രത്തിൽ ഞാൻ നോർമലായിട്ടുള്ള വെള്ളം ഇട്ടാ, ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഗ്ലാസ്സുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക കറ പിടിച്ച പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ സംഭവങ്ങളുള്ള ഗ്ലാസ്സുകളൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ട ഈ ഗ്ലാസ്സിൻ്റെ ഒരു നിറം കണ്ടല്ലേ, ആകെ ഒരു മെഴുക്ക് പിടിച്ച പോലെയാണ് കേട്ടോ. എന്നിട്ട് ഇതേ ഒരു 5 മിനിറ്റ് ഞാൻ ഇതിൽ ഗ്ലാസ്സുകൾ മുക്കിയിടുന്നുണ്ട് കേട്ടോ. പാൽ ചായയുടെയൊക്കെ കറ നമ്മുടെ ഈ ഗ്ലാസ്സിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പാത്രം എടുക്കായിരുന്നു, ഞാനൊരു ചെറിയ പാത്രത്തിലാണ് എടുത്തത്. എന്നിട്ട് ഇതാ ഒരു 5 മിനിറ്റിനെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊഴിക്കുക. ഈ മുട്ടയുടെയും ഈ ബേക്കിംഗ് സോഡയുടെയൊക്കെ അലർജിയുള്ള ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകണുണ്ട് കേട്ടോ. ഇനി സാധാരണ നമ്മൾ നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകുക വേണ്ടോ, വേറെ സോപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിക്കൊന്നും വേണ്ട. അപ്പോൾ അതേ കണ്ടില്ലേ ഗ്ലാസിൻ്റെ ഒരു തിളക്കം നോക്കി നോക്കിയാൽ അതിൻ്റെ അടിയിൽ നല്ലൊരു കറ പിടിച്ചിരിക്കുന്ന ഗ്ലാസ് ആയിരുന്നു കേട്ടോ ഇത്. കണ്ട ഇപ്പോൾ അടിയിലത്തെ കറയൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലേ. പിന്നെ അത് നന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്ലൗസ് ഇടാൻ മറക്കരുത് കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. നന്നായി കൈ കൊണ്ട് ഇങ്ങനെ ഉരച്ച് കഴുകണം. എന്നിട്ട് നമുക്ക് സാധാരണ ഒരു വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ട, സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകൊന്നും വേണ്ട. സാധാരണ ഒരു നോർമൽ വാട്ടറിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ സാധാരണ ഒരു നോർമൽ വെള്ളത്തിൽ ഞാൻ ദേ ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതേ ഈ ഗ്ലാസിൻ്റെ ഒക്കെ ഒരു നിറം നോക്കി വയ്ക്കുക നിങ്ങൾ, നല്ലോണം വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ സോപ്പൊന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളത്തിൽ കഴുകിയെടുക്കണുള്ളൂ കേട്ടോ. ഗ്ലാസ്സിനത്തെ കറയും ഇതൊക്കെ പോയിട്ടുണ്ട്, നല്ല ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ, പിന്നെ നമ്മൾ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ മുട്ടത്തോടൊന്നും നമ്മൾ കളയണ്ട, കുറേ ഇങ്ങനെ കഴുകി സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ പാത്രങ്ങളും ഇപ്പോൾ വീട്ടിലെ വാഷ് ബേസിനും ഒക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാം ചെയ്യാം. പിന്നെ നമ്മൾ ഈ മുട്ടത്തോട് നമ്മളിതേ ഉണക്കിയെടുത്ത് വെച്ചിട്ടത് നമ്മൾ പൊടിയാക്കി വെച്ചത് നമ്മൾ നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുരുമുളകൊക്കെ വെച്ചിട്ടുണ്ട്, കുരുമുളകിനൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ചൂടാണ്, ഇടയ്ക്കിടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുറച്ച് ഇങ്ങനെ അരുത്തുനിന്ന് എടുത്തിട്ട് നമ്മുടെ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.